Hi guys, good morning and welcome to our new vlog. അങ്ങനെ we are in the beautiful Ooty and the weather is so good കേട്ടോ. മഴ ഇവിടെ ആക്ച്വലി നല്ല മഴയായിരുന്നു കഴിഞ്ഞ 3 മാസമായിട്ട്. പക്ഷേ ഇപ്പം തൊട്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു ഫെബ്രുവരി മാർച്ച് വരെ നല്ല വെതറാണ്. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ടു കം ടു ഊട്ടി. ആൻഡ് ഊട്ടി വരുവാണെങ്കിൽ താമസിക്കാൻ പറ്റിയ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ടാഞ്ചറിൻ ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരു 4 bedroom വളരെ ലക്ഷറീസ് ആയിട്ട്, പക്ഷേ ഊട്ടിയിലെ തന്നെ മേ ബി ഏറ്റവും പ്രൈം ലൊക്കേഷനിൽ സിറ്റുവേറ്റ് ചെയ്ത ആ ലക്ഷറിക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ടാഞ്ചറിൻ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ന്യൂ Airbnb ആണ്. സോ ഇന്ന് നമ്മൾ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കുറച്ചുപേര് കണ്ടു കാണും, പക്ഷെ എന്നാലും ഞങ്ങളുടെ കുറേ ഫേവറേറ്റ് സ്ഥലങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കാനും. ആൻഡ് വൈ ഐ ലൈക്ക് ഊട്ടി മോർ ദാൻ ഒരു കാര്യം, ഊട്ടി മോർ ദാൻ മൂന്നാർ ആൻഡ് കൊടൈക്കനാൽ എന്ന് പറഞ്ഞ ഫുഡിൻ്റെ ഓപ്ഷൻസ് ആണ്. റിസോർട്ട്സ് ഐ തിങ്ക് ദ ബെസ്റ്റ് ഇസ് ഇൻ മൂന്നാർ. വയനാട്ടിലേക്ക് പോകുന്നില്ല, കാരണം വയനാട് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. പക്ഷേ ഒരു ഹിൽ സ്റ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിലെ റിസോർട്ട്സ് അത് ബെസ്റ്റ്. കൊടൈക്കനാലിലെ ആംബിയൻസും ക്രൗഡൊക്കെ അത്രയും ഓവർ ക്രൗഡഡ് ഒന്നും അല്ല കമ്പയർഡ് ടു ഊട്ടി ആൻഡ് മൂന്നാർ. പക്ഷേ ഫുഡ് ഓപ്ഷൻസ് വളരെ കുറവാണ്. ഊട്ടിയിലെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ സിറ്റി. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് ഇതാണ് നമ്മുടെ വ്യൂ. ഇറ്റ് ഇസ് ജസ്റ്റ് സോ കാം ആൻഡ് സൈലൻറ്റ്. പക്ഷേ ഇവിടുന്ന് 1.5 kilometer ഉള്ളേ നമ്മുടെ ഊട്ടി സിറ്റിയിലേക്ക്. ആൻഡ് ഇതാണ് നമ്മുടെ Airbnb. രാവിലെ ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായി കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. 4 bedroom ഉണ്ട് ഇവിടെ. ടാഞ്ചറിൻ ന്യൂസ് എന്നാണ് പേര്. ഇന്നലെ രാത്രി ഇരുന്ന് നമ്മൾ നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചില്ലായിരുന്നു. ഗൈസ്, സോ ഇവിടെ നമുക്കൊരു പ്രൈവറ്റ് ഷെഫൊക്കെ ഉണ്ട്. ഫുഡൊക്കെ നിങ്ങൾ ഇന്നലത്തെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഇവിടെ രാവിലെ ഞങ്ങൾ ബേസിക് ആയിട്ട് പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ കുറേ പോയി കഴിക്കാനുള്ളതാണല്ലോ. സോ സാമ്പാർ, ചമ്മന്തി, നല്ല ചമ്മന്തി ഇഡ്ഡലിയൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ്, ഫ്രഷ് ആയിട്ട് ദോശ ഉണ്ടാക്കും. അവിടെ ബ്രെഡ് ടോസ്റ്റ്, പപ്പായ, ബ്രെഡ് ജാം, ബട്ടർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഹൈലൈറ്റ് ഇവരുടെ ഇഡ്ഡലിയും ചമ്മന്തിയും തന്നെയായിരുന്നു. ഓഹോ, ബ്രെഡ് കഴിച്ചില്ല ഭാഗ്യത്തിന്, അതുണ്ട്. അപ്പോൾ ഊട്ടിയിൽ വന്ന് ഇനി ഫുഡ് എക്സ്പ്ലോറേഷൻ പോവാണ്. ഞങ്ങൾ കുറച്ച് പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ പ്രിയയ്ക്ക് നിർബന്ധം എന്ത്, എവിടെ അവിടെ അവിടെ പോണം. ഭയങ്കര എനർജി. എനിക്കൊന്ന് Airbnb-യുടെ എനർജി ആയിരിക്കും അങ്ങോട്ട് കയറിയിരിക്കുന്നത്. ഫുൾ എനർജി, ഫുൾ ഹാപ്പിനെസ്സിലാണ് ഇവിടെ. മേ ബി ദ പ്ലേസിന്റെ വൈബ് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. ക്ലൈമറ്റിന്റെ ആവാം. അത് തന്നെ, ഇതൊക്കെ തന്നെ. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം കൂടെ നിൽക്കാമോന്ന്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകുന്നത് മൈൻഡ്സ്കേപ്സ്. സമയം നട്ടുച്ചയാണ്, 2 മണി 2:15. ലുക്ക് അറ്റ് ദ ആംബിയൻസ്. ഒരു മൂന്നാറിന് തന്നെ, പക്ഷെ മൂന്നാറിന് അത്രയും ഭംഗിയില്ലെങ്കിലും നല്ല മിസ്റ്റും നല്ല വെതറും, ഓൾമോസ്റ്റ് 19 degrees, തേയിലത്തോട്ടങ്ങളും അതിൻ്റെ കൂടെ നല്ല ഫുഡും കൂടെ ആയിക്കഴിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ടു ബി എ പെർഫെക്റ്റ് ആഫ്റ്റർനൂൺ. എന്തൊരു സ്ഥലം അല്ലേ. ഗെറ്റിംഗ് ബ്യൂട്ടിഫുൾ ഡേ ബൈ ഡേ. ലുക്ക് അറ്റ് ദ ഫ്ലവേഴ്സ്. ആൻഡ് ഞാനേ കുറച്ച് ഷോർട്സ് എടുക്കാം, അതായിരിക്കും നിങ്ങൾക്ക് ഇത് വിഷ്വലി എൻജോയ് ചെയ്യാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ ഞങ്ങളിത് ഇവിടെ വന്ന് ഇരുന്നു. നല്ല ആംബിയൻസ് ആണ്. ഇനി ഫുഡ് ഓർഡർ ചെയ്യാം. ഫുഡിൻ്റെ റേറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കോണ്ടിനെൻ്റലും, ആക്ച്വലി എവറിത്തിങ് ഇസ് റിയലി ഗുഡ്. കോണ്ടിനെൻ്റൽ, നോർത്ത് ഇന്ത്യൻ ആൻഡ് ചൈനീസ് ദേ ഹാവ്. ഞങ്ങളിപ്പോൾ മിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു മെയിൻ ചിക്കൻ്റെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ അകത്ത് പൊട്ടി വാട്ടർഫാൾ വരും. അത് പറയാതെ പോവോ നമ്മളിവിടുന്ന്. അതിന് 750 rupees-ആണ്. അതാണ്. സോ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഡിഷസ് ആർ ക്വൈറ്റ് എക്സ്പെൻസീവ്. സ്മോൾ പ്ലേറ്റ് സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഒരു സ്റ്റാർട്ടിങ് തന്നെ 450 ആണ് നോൺ വെജിന്. ഈവൻ വെജ് മെയിൻസ് ഒക്കെ 500. സോ ഐ തിങ്ക് സോ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്, ബട്ട് ഫോർ ദ ആംബിയൻസ് ആൻഡ് ദ ക്വാളിറ്റി ഐ തിങ്ക് സോ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. നല്ല പോർഷൻ സൈസും കാണും. സോ ഇതൊക്കെ അവരുടെ ചിക്കൻ അല, കീവ്, സ്റ്റേക്ക്, പോർക്ക് ദേ ഹാവ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതല്ലാതെ ഇവരുടെ കിഡ്സ് മെനു ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഉണ്ട്. ചൈനീസിൻ്റെ ഒരു ഡിഷിനൊക്കെ ഒരു 500-550 തൊട്ട് മട്ടൻ ഡിഷസിനൊക്കെ 750 ആണ് എല്ലാത്തിനും വരുന്നത്.
ആൻഡ് ദെൻ ദേ ഹാവ് ദ നോർത്ത് ഇന്ത്യൻ്റെ ഞാനൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ബട്ടർ ചിക്കനൊക്കെ 600-615 ആണ് വരുന്നത്, മട്ടനൊക്കെ 750. സോ അതാണ് ഇവിടെ വരുന്ന റേറ്റ്സ്. ബട്ട് ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനത്തെ ഉള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ആംബിയൻസിൽ. ആൻഡ് എപ്പോഴും ഫുള്ളുമാണ്. ഇവരുടെ പിസ്സ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ക്രസ്റ്റ് വരെ ഇറ്റ്സ് മാർഗരീറ്റ പിസ്സ. ഇറ്റ്സ് മോർ ദാൻ എനഫ് ഫോർ വൺ ചൈൽഡ്. ലുക്ക് സോ ഗുഡ്. ഇത് നോക്ക്, ഇതിൻ്റെ ചീസ് പൂൾ വിത്ത് സം ഫ്രഷ് ടൊമാറ്റോ സോസ് ആണ്. ആൻഡ് നല്ല ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ്, അഡിക്റ്റീവ് ഫോർ ദിസ് വെദർ. പിസ്സ നോക്കട്ടെ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഡോമിനോസ് അതൊക്കെ ഇവിടെ ഉണ്ട്, KFC ഉണ്ട്, ഡോമിനോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഫ്രഷ്ലി മെയ്ഡ് പിസ്സ അപ്പം ഈ ഒരു ക്വാളിറ്റി ഐ തിങ്ക് സോ ചിലപ്പോൾ ഊട്ടിയ പോലെ ലോക്കൽ ഫാമിൽ നിന്ന് ആയിരിക്കും ഇവർ സോസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ചീസ് ആയിരിക്കും. ബഫലോ മോസറല്ലേ അവർ ഉപയോഗിക്കുന്നത്. ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റ്. കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്ത്. ഇറ്റ്സ് എക്സ്പെൻസീവ് ബട്ട് കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്ത്. ഇവിടെ വന്നാൽ കഴിക്കേണ്ട മെയിൻ ഐറ്റം ആണ് ചിക്കൻ അല. എന്തായിരുന്നു ഇത്? സോറി, ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. ചിക്കൻ അല കീവ് അല്ല, വേറൊരു സംഭവമാണ്. ഇത് കാണുമ്പോൾ നോർമലായിട്ടുള്ള ഒരു സംഭവം. മോനെ 1000 കാലറി ഇപ്പോൾ വരും കേട്ടാ. തുറന്നോ, പ്രിയക്ക് എന്നാ ഓണർ കൊടുക്കട്ടെ. റെഡി? നോക്കിക്കോ. വേദു ഇങ്ങനെ നോക്കും. വേദിൻ്റെ അകത്ത് നിന്ന് എന്താ വരുന്നത് നോക്കിക്കോട്ടാ. നോക്കിക്കോ. ഓ എവിടെ? ഓ തെറിച്ച് കട്ടിയേ, മര്യാദക്ക് കട്ടിയേ. ഓ ദേ വരുന്ന നോക്ക്. ഇറ്റ് ഇസ് ഹെർബ്ഡ് ബട്ടർ. അതിൽ മൊത്തമായിട്ട് ഇങ്ങനെ കിടക്കും കണ്ട. ഇങ്ങനെ ഒരിച്ച് വന്ന് നോക്ക്. ഇറ്റ്സ് ഫിൽഡ് വിത്ത് ദിസ് ബട്ടർ. ദേ ഡാഡി ബട്ടർ. ഓ കൊതി, ഡാഡിക്ക് കൊതി വരുന്നു. അപ്പൊ ആലോചിച്ച് നോക്ക്. ഇനി അത് ഈ ചിക്കനും മാഷ് പൊട്ടാറ്റോസും വെച്ച് കഴിച്ചോണ്ടല്ലോ. ആ അത് പ്യോർ ബട്ടർ, ലിക്വിഡ് ഗോൾഡ് ആണ്. ഓ ഒരു സംഭവം അല്ലേ ഇത്. ഈ ബട്ടർ അതിനകത്ത് എങ്ങനെ അതൊക്കെ ഷെഫിന്റെ കഴിവാണ്. അതെ. ഇനി ഫസ്റ്റ് ബൈറ്റ് പ്രിയാനെ എടുത്താ കേട്ടാ. അതാ ബട്ടറിലൊക്കെ മുക്കിയോ? ഒന്നും കൂടെ മൊത്തമായിട്ട്. ഓ വേണ്ട, ഞങ്ങൾ ബാക്കി കഴിച്ചോളാം. ആ ഒന്ന് വേണമെങ്കിൽ മുട്ടിച്ചോ, മാഷ് പൊട്ടിച്ചോ. ഒന്ന് തൊട്ടാ മതി. ഓക്കെ, ഇനി കഴിച്ചോ. ഡാഡിക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. കണ്ണ് ബ്ലിങ്ക് ചെയ്ത ദാറ്റ് മീൻസ് the food is worthy. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അടഞ്ഞു പോകും തന്നെ. വേറെ ലെവൽ അല്ലേ? ഇതേ പയ്യെ ജെഫറിന് എന്താ പെപ്പറോളം ഏതാ? എന്നാ കഴിച്ചോ. അടിപൊളിയല്ലേ അടി? ഇത് കഴിക്കാൻ വേണ്ടി ഊട്ടി വരാം. അതൊന്നും വലിയ കാര്യമില്ല. ആ ബട്ടർ ഒരു സംഭവമാണ്. എന്നാലും നമ്മൾ ചൈനയില് ബ്രോക്കോളി ബട്ടറിൽ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് സ്വീറ്റ് ബട്ടർ പഴയ ക്വാളിറ്റി തന്നെ ഉണ്ടോന്ന് നോക്കട്ടെ. അതെ, പക്ഷെ എല്ലാ വർഷവും നമ്മൾ നോക്കണ്ടേ ക്വാളിറ്റി ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞ പോരാ. Indulgence at its best. അല്ലേ? ലിറ്ററലി ടോക്സ് ടു അവർ സ്പിരിറ്റ്. അത്രയും ടേസ്റ്റാ. വേദുന്റെ റെക്കമെൻഡേഷൻ ഉണ്ട് കേട്ടാ. ഇതിന്റെ പോർഷൻ സോ ഹ്യൂജ്. ദിസ് ഇസ് ലൈക്ക് ഒരു ബേൺഡ് ചില്ലി നൂഡിൽസോ അങ്ങനെ ഏതോ ഒരെണ്ണമാണ് ഇത്. ഇവരുടെ കങ് പൗ ചിക്കൻ. ലുക്ക് അറ്റ് ദ പോർഷൻ. യു ക്യാൻ സീ ദ കാഷ്യൂ, ദ റിച്ച്നെസ്. ഇത് ഇവരുടെ ഒരു പോക്കാണ്, ചില്ലി പോക്ക്. ദിസ് ലുക്ക് ഗുഡ്. ആൻഡ് ലുക്ക് അറ്റ് ദീസ് അമേസിംഗ് ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, എവ്രിതിങ്. പക്ഷെ ഇതാണ് നിർത്താൻ പറ്റാത്ത ഒരു സംഭവം. ഇവരുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസും ചിക്കനും കങ് പൗ ചിക്കൻ നോക്കട്ടെ. I personally don't think you can get better food than this in Ooty. 100% sure. ഈ ഒരു ക്വാളിറ്റി നോക്കട്ടെ. ഇവിടെ പോക്ക് നോക്കട്ടെ കേട്ടോ. ചില്ലി പോക്ക്, നല്ല റോസ്റ്റഡ് സ്ലൈസസ് ഓഫ് പോക്കാണ്. നോക്ക്, ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ബ്യൂട്ടിഫുൾ ഓവർ ഹിയർ.
അതിൻ്റെ കൂടെ നല്ല ഫുഡും. ചിയാങ്ങൊക്കെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഈ ക്വാളിറ്റി ഒന്നും എറണാകുളത്ത് പോലും എനിക്ക് കിട്ടും തോന്നിയിട്ടില്ല. പിന്നെ മേ ബി സോക്കയിലുണ്ട് ക്രൗൺ പ്ലാസയുടെ. ബാക്കി ഒരു സ്ഥലത്തും ഈ ക്വാളിറ്റി ഒന്നും ഗോൾഡൻ ഡ്രാഗൺ അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ദിസ് ക്വാളിറ്റി ഓഫ് ചൈനീസ് ടോട്ടലി ഡിഫറെൻ്റ് ആൻഡ് അമേസിങ് ആണ്. എന്തൊരു ക്വാളിറ്റി ആണെന്ന് അറിയോ മീറ്റിൻ്റെ ഒക്കെ. ഇതാണ് ഫുഡിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. ഇന്ന് അവരുടെ ഇന്ത്യൻ സ്വീറ്റ്സിൻ്റെ ട്രയൽ ആയിരുന്നു. നമുക്ക് കുറച്ച് സാമ്പിൾസ് തന്നു. പ്രിയ ഫസ്റ്റ് കഴിച്ചു. അഭിപ്രായം പറയാം. ബർഫി ആയിരുന്നു, പേട എങ്ങനെയുണ്ട്? അപ്പോൾ അവർ ചോദിച്ചു റിവ്യൂ കൊടുക്കാമോന്ന്. ഓക്കെയാ. ഇതിൽ പ്രിയ പറയുന്നതിലാണ് കാര്യം. കാരണം ഇന്ത്യൻ ഡെസേർട്സിൽ പ്രിയയുടെ ആണ് ഏറ്റവും ബെസ്റ്റ് അഭിപ്രായം. അപ്പോൾ ഫസ്റ്റ് ഓൾവേസ് മസ്റ്റ് വിസിറ്റ് മൈൻഡ്സ്കേപ്സ്. ഒന്നും കൂടെ റെക്കമെൻഡ് ചെയ്താൽ നമ്മൾ ഇറങ്ങുവാണ്. അടുത്ത പോകുന്നത് അഗെയിൻ അവർ ഫേവറേറ്റ് സ്പോട്ട്. അതെ, നമ്മൾ പുതിയ സ്ഥലങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സ്ഥലത്ത് വരുന്നതുകൊണ്ട്. അതെ, അത് കറക്റ്റ്. നമ്മുടെ എയർബിഎൻബി താമസിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ടാഞ്ചറിൻ ന്യൂസിലെ ഫുഡും ഒരു ദിവസം ഇതുപോലെ ഔട്ടിങ്ങും. അടിപൊളി. രാത്രി ഷിങ്കോസി പോകും. പക്ഷേ ഇന്ന് അവർ നമുക്ക് രാത്രി ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് നടക്കില്ല. ഇനി നേരെ മോദീസ്. ഹോപ്പ്ഫുള്ളി അതും പണ്ടത്തെ പോലത്തെ നല്ലായിരിക്കണം. അതാണ് കഴിക്കാൻ പോകുന്നത്. സ്ട്രോബെറി ചോക്ലേറ്റ്. എന്നിട്ട് ഇന്നലെ കഴിച്ചാണോ ഇന്ന് കഴിച്ചാണോ നല്ലത് നോക്കാം. ടേസ്റ്റ് നോക്കാം. ഇപ്പൊ റെഡി ആയിക്കോ. ഇവിടുത്തെ റഷ് ഒരിക്കലും മാറില്ല കേട്ടാ, വേറെ എവിടെ ഇല്ലെങ്കിലും. ഇതും മൈൻഡ്സ്കേപ്സും. സോ ഇത് ഇവിടെ മോദീസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഹോട്ട് ചോക്ലേറ്റ് മേ ബി ഇത് വൺ ഓഫ് ദ ബെസ്റ്റ്. അല്ലാതെ കുറച്ച് ഡിസേർട്ട്സ് ഉണ്ട്. ഹോപ്പ്ഫുള്ളി സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റും കിട്ടും. മാറ്. ഇവിടെ ട്രൈ ചെയ്യേണ്ട ഒറ്റ ഐറ്റം ഉണ്ടെങ്കിൽ ഹേസൽനട്ട് ഹോട്ട് ചോക്ലേറ്റ് ആണ്. അത് വിത്ത് സ്ട്രോബെറി അല്ലെങ്കിൽ വിത്തൗട്ട് സ്ട്രോബെറി ഒക്കെ ട്രൈ ചെയ്യാം. ദ മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അല്ലാതെ ഇവിടെ നിന്ന് നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് പൊടിയും വേറെ സ്റ്റിക്കൊക്കെ ഉണ്ട്, വാങ്ങിക്കൊണ്ടുപോകാം. പക്ഷെ ഇവിടുത്തെ ടേസ്റ്റ് കിട്ടില്ല. അതാണ് ഇവിടുന്ന് തന്നെ കുടിക്കണം. പിന്നെ ബേക്കറി ഐറ്റംസ്, പേസ്ട്രീസ്, ഡോണട്ട്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. എല്ലാം ഇവിടെ എല്ലാം ഫ്രഷ് ഉണ്ടാക്കുന്നതാണ്. ഡോണട്ട്സ്, ചോക്ലേറ്റ്സ്, ബ്രൗണീസ്. സോ ദേ ഹാവ് ഓൾ ദി ഐറ്റംസ്. നമ്മളെന്തായാലും മേളിൽ പോയാണ് കഴിക്കുന്നത്. 3 ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദ ചോക്ലേറ്റ് ട്രിപ്പിൾ ചോക്ലേറ്റ് കേക്ക്. സോ വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, വിത്ത് സം ചോക്ലേറ്റ് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇവരൊരു ഹേസൽനട്ട് ചോക്ലേറ്റ് ആണ്. ആൻഡ് ഹൈലൈറ്റ് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്. ഞാൻ ആദ്യമേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്. ഊസിങ് ചോക്ലേറ്റ് ആണ്. ഇതും ഇന്നലത്തെ ആയിട്ടുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾസോ റിയലി ഗുഡ് ചോക്ലേറ്റ്. പക്ഷേ ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. സോ ദോസ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ലെസ് ഇന്റൻസ് ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. സ്ട്രോബെറി, ഊട്ടി സ്ട്രോബെറീസ് അടിപൊളിയാണ്. എന്നാലും നോക്കിയിരിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ട്രിപ്പിൾ ചോക്ലേറ്റ് കേക്ക് ആണ്. നോക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ സ്ട്രോബെറി ചോക്ലേറ്റും കാട്ടി ഇഷ്ടപ്പെട്ടത് ഈ സംഭവമാണ്. ദിസ് ഇസ് ജസ്റ്റ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഒരു ചോക്ലേറ്റ് ബ്രൗണി കേക്കിൻ്റെ ഒരു മിക്സ് ആണ്. ആൻഡ് ദീസ് ചോക്ലേറ്റ് ഇസ് സോ ഇൻറ്റൻസ്. ഇറ്റ്സ് ജസ്റ്റ് സോ ഡെലിഷ്യസ്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. ഒരു ചോക്ലേറ്റ്, ഒരു അൾട്ടിമേറ്റ് ചോക്ലേറ്റ് കേക്ക് ലവറിൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷ് ആയിരിക്കും ഇത്. ഫൈനലി ഇവരുടെ ഹോട്ട് ചോക്ലേറ്റ്, ദാറ്റ് ഇസ് മോഡീസ് ഹോട്ട് ചോക്ലേറ്റ്. ഒരു ന്യൂട്ടല്ല വിച്ച് ഇസ് നോട്ട് ദാറ്റ് സ്വീറ്റ്, അത് വിത്ത് ചോക്ലേറ്റ് മിക്സ് ചെയ്ത ഒരു സംഭവമാണിത്. ഇറ്റ്സ് സോ ഗുഡ്. അത് ഊട്ടി കുടിക്കുന്ന വേറെ ഫീലാണ്. പക്ഷേ ഇതിനെയും കാട്ടി നല്ലത് ഇപ്പോൾ കുടിച്ച കൊക്കോട്രിയിലാണ്. അവിടെ ഒരു ഫ്രഞ്ച് ഹോട്ട് ചോക്ലേറ്റ് വന്നിട്ടുണ്ട്. അത് വേറെ ലെവലാണ്. ആണോ പറയാ? എന്താ ഇഷ്ടപ്പെട്ടില്ല? ആ, ഇന്ന് രാത്രി അല്ലേ? എന്തായാലും മോദീസ് വീണ്ടും മറ്റേ മൈൻഡ്സ്കേപ്പ് പോലെ തന്നെ മസ്റ്റ് വിസിറ്റ് ആണ്. പക്ഷേ എനിക്ക് സ്ട്രോബെറി ചോക്ലേറ്റ് അടിപൊളിയാണെങ്കിലും ഈ ഒരു കേക്കാണ് ഏറ്റവും വലിയ സംഭവം തോന്നിയത് കേട്ടോ. അതുപോലെ ഹോട്ട് ചോക്ലേറ്റ് ഓൾസോ വെരി ഗുഡ്. അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ അടിപൊളിയാണ്. ഇതുപോലെ നമുക്ക് ഡിപ്പ് വാങ്ങാം കേട്ടോ. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ടേസ്റ്റി. അതുകൊണ്ട് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല.
ഞാൻ വാങ്ങിയ നല്ല ടേസ്റ്റ് ഇല്ല, ഇവിടെ കുടിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇല്ല. അത് പ്രതീക്ഷിച്ച് വാങ്ങിയാൽ വേസ്റ്റാ. ആപ്പിൾ ജ്യൂസ് കിട്ടിയാ? ആപ്പിൾ ജ്യൂസ് ഡാഡിക്ക് കിട്ടിയാ? എന്നാ കസവും ഉണ്ടാ? അത് കൊള്ളാലോ. അമ്മോ, കഴിഞ്ഞിട്ട് ബ്രേക്ക് കൊടുക്കാനുള്ള ഏത് കവർ അല്ലേ? ഡാഡി ആപ്പിൾ ജ്യൂസ് കിട്ടിയേട്ടാ. ആ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് എയർബിഎൻബിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഹോസ്റ്റിൻ്റെ വീട് ഇവിടെയാണ്. അവർ നമുക്ക് അവിടെ ടീം നല്ല സെറ്റിംഗ് ആണെന്ന് പറഞ്ഞു. സോ അവിടെ ടീ ഒക്കെ സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ പോവാണ്. രാത്രി ഇവിടുത്തെ ചൈനീസ്. സോ ഒരു ഫുഡി ഡേ ആയിരിക്കും ഇന്ന് അല്ലേ? ഇന്നലെ അതിനെക്കാട്ടി കൂടുതൽ ഫുഡി ആയിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയും കൂടെ നിറയ്ക്കാം. എന്താ ഇതാണ് ഞങ്ങളുടെ എയർബിഎൻബി. ഞാൻ പറഞ്ഞ ഊട്ടിയിലെ മേ ബി ദ ബെസ്റ്റ് എയർബിഎൻബിയിൽ ഒന്നായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ വ്ളോഗ് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനത്തെ 4 വലിയ ബെഡ്റൂമാണ്. ജാപ്പനീസ് ക്വാളിറ്റി ടോയ്ലറ്റ് ഉണ്ട്. ആൻഡ് ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ ഡൈനിങ് ഏരിയ ഉണ്ട്. ദാറ്റ്സ് വൈ ഐ ലൈക്ക് മോർ ദാൻ ഹോട്ടൽസിലാണെങ്കിൽ എല്ലാവരും അവരുടെ റൂമിലിരിക്കും. ഇതാകുമ്പോൾ കിടക്കാൻ മാത്രം റൂമിൽ പോയി ഇവിടെയൊക്കെ ചില്ല് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സിറ്റ് ഔട്ടാണ്. ആൻഡ് വൺസ് യു ഓപ്പൺ ആൻഡ് ഗോ വി ആർ ഇൻ പാരഡൈസ്. വിച്ച് ഇസ് 1.5 കിലോമീറ്റർ ഫ്രം ദ സിറ്റി ആൻഡ് യു കം ടു സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇങ്ങനത്തെ ഒരു സിറ്റ് ഔട്ടൊക്കെ വെച്ച് വിളിച്ചിട്ടുണ്ട് ചായക്ക്. അല്ല, അവരുടെ വീട്ടിലാണ്. ഈ പ്രോപ്പർട്ടി യൂറോപ്യൻ സ്റ്റൈലിൽ ഇത്രയും ഭംഗിയാക്കാനുള്ള കാരണം ഇതിൻ്റെ ഹ്യൂജ് ഗ്ലാസ് ഏരിയാസ് ആൻഡ് വിൻഡോസ് ആണ്. ഇതിൻ്റെ ഡിസൈനർ ഡോക്ടർ ചിദാനന്ദാണ്. ഈ ഹോസ്റ്റിൻ്റെ മോനാണ്. പക്ഷേ ഐ തിങ്ക് സോ ഈ സപ്പോസ് ടു ബി ആൻ ആർക്കിടെക്ട്. കാരണം അത്രയും ഭംഗിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഈ പ്രോപ്പർട്ടിക്ക് ടാഞ്ചറിൻ ഹ്യൂസ് എന്ന് പേര് വരാനുള്ള കാരണം ഈ ഒരു സ്കൈ ആണ്. ടാഞ്ചറിൻ കളർ, ഹ്യൂസ് എന്ന് പറഞ്ഞ കളറാണ്. സോ ദ സ്കൈ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ടേൺസ് ഓറഞ്ച്. ആൻഡ് ഈ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയി കാണാം. വാട്ട് എ ആപ്പ് നെയിം അല്ലേ? ഇത് കണ്ട ഇവരുടെ ഗാർഡൻ ആണ്, നമ്മുടെ ഹോസ്റ്റിൻ്റെ ഗാർഡൻ ആണ്. ഇറ്റ് ഈസ് ലൈക്ക് ഒരു മിനി കാക്ടസ് ആണ് ഇവിടെ. ബട്ട് ബ്യൂട്ടിഫുൾ ലോൺ ആണ്. അവിടെ നിന്നുള്ള വ്യൂവും ഭയങ്കര ഭംഗിയാണ്. ഏരിയ നോക്ക്. ഈവനിങ് ഇവരുടെ കോഫി സ്പോട്ട് ഇതാണ് ഡെയിലി. നമുക്കൊക്കെ ഇവിടെ വന്ന് താമസിച്ചൂടെ? ഇവിടെ ഒരു വീട് വാങ്ങാം. ഇങ്ങനെയൊക്കെ പീസ്ഫുൾ ആയിട്ട് നല്ല ഫ്രഷ് എയർ. ഒരു 65 വയസ്സ് കഴിയുമ്പോൾ വരാം ഇവിടെ സെറ്റിൽ ചെയ്യാൻ. 65 വയസ്സ് കഴിഞ്ഞ് വരണമെങ്കിൽ ഇപ്പോഴേ വാങ്ങണം. നമുക്ക് ആലോചിക്കാം. അല്ല, 2-3 വർഷം കൂടെ ഉള്ളൂ. അടുത്ത വർഷം അടുത്ത വർഷം 65 ആവില്ലേ? എന്ത് ഭംഗിയാ നോക്കിക്കേ നമ്മുടെ ഹോസ്റ്റിന്റെ വീട്. സോ ബ്യൂട്ടിഫുൾ നോ. ആൻഡ് അവർ കാര്യം പറയട്ടെ, ഇത് അവരുടെ ലിവിങ് റൂമാണ്. സോ ഈ ലിവിങ് റൂം ഇവിടെ അവർ കുറേ സീറ്റിംഗ് ഒക്കെ വെച്ച് ഇവിടെ അടിയിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോം വെച്ച് ഈ ഒരു ബാക്ക് ഡ്രോപ്പിലായിരുന്നു ഇവരുടെ മോളുടെയോ മെഹന്തി ഫംഗ്ഷൻ. എന്തൊരു വൈബായിരിക്കും. ഒത്തിരി ആഗ്രഹമൊന്നുമില്ല. അത്രേ ഉള്ളൂ അല്ലേ? ആൻഡ് സ്കൈ ഞാൻ പറഞ്ഞില്ല ഓറഞ്ച് ഹ്യൂസ് എന്നുള്ളത് ഓറഞ്ചായിട്ട് വരുന്നുണ്ട്. കണ്ട, ഇത് ബജ്ജീസ് ആണ്. ഇത് ഊട്ടിയിലെ പൊട്ടാറ്റോസ് ഭയങ്കര ടേസ്റ്റി ചെയ്താണ് ആൻറ്റി പറയുന്നത്. ആൻഡ് അതുപോലെ ഊട്ടി ക്യാരറ്റ്സ് ഭയങ്കര ടേസ്റ്റ് അല്ല ഊട്ടി ക്യാരറ്റ്സ്. ഈവൻ ഊട്ടി ബീട്രൂട്ട്സ് ഫേമസ് ആണെന്ന് തോന്നുന്നു. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് സ്വീറ്റർ നോ? ഊട്ടി ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഓ ഓക്കെ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും ഗാർലിക്കും വാങ്ങിക്കൊണ്ട് പോകണം. അങ്ങനെ രാത്രിയിലത്തെ ഡിന്നർ സെർവ് ചെയ്തിട്ടുണ്ട് ഇവിടെ. വെളി പോകേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നില്ലായിരുന്നു. ലുക്ക് അറ്റ് ദിസ്, ഓൾ മെയ്ഡ് ഫ്രഷ് ഇൻ ഹൗസ് ആണ്. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് സം അമേസിങ് സൂപ്പ്. നല്ല തിക്ക് സൂപ്പാണ്. ഐ തിങ്ക് സോ ദിസ് ചില്ലി ചിക്കനും ഉണ്ട്. അപ്പോൾ ദേ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ദിസ് അമേസിങ് സൂപ്പ്. നല്ല ഫുൾ മീറ്റാണല്ലോ ഇത് മാത്രം തന്നെ ഒരു ഹോൾസം മീലായിരിക്കുമല്ലോ. ആഹാ, റെസ്റ്റോറൻറ്റ് സൂപ്പ്. ഓ നൈസ്. ഒരു ചൈനീസ് സൂപ്പ് തന്നെ, പക്ഷെ മറ്റേ കോൺഫ്ലവറും അങ്ങനത്തെ വേണ്ടാത്ത സാധനങ്ങൾ ആഡ് ചെയ്യാത്ത ഒരു നല്ല ചൈനീസ് സൂപ്പ്. ഇത് മഷ്റൂമും ഉണ്ടെന്ന് തോന്നുന്നു. ക്രീമിയാണ്, പക്ഷെ കോൺഫ്ലവർ ഉപയോഗിച്ചുള്ള ക്രീമിനെസ് ഒന്നും അല്ല. മഷ്റൂം കുറേ ഉണ്ട്. ഇവരുടെ നൂഡിൽസ് ഉണ്ട്, സ്പിനാച്ച്, ഇവര് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ആൻഡ് ഓബിയസ്ലി ദ ചിക്കൻ ഇസ് ദേർ. നോക്കട്ടെ.
നേപ്പാളിനായതുകൊണ്ട് ആ ഒരു നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. സോ നൂഡിൽസ് ആദ്യമേ കുറച്ച് ഇവിടെ ചിക്കൻ നോക്കട്ടെ. ചില്ലി ചിക്കനാണ്, ബോൺലെസ് ആണ്. ഇതൊക്കെ ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു രാവിലെ തന്നെ ഡിന്നറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. ചില്ലി ചിക്കൻ മുകളിൽ ഡെക്കറേഷൻ കുറച്ച് കൊറിയാണ്ടർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, അതല്ലാതെ സംഭവം നല്ല. ആൻഡ് നൂഡിൽസ് എല്ലാത്തിനും ഒരു ഹോം മെയ്ഡ് ടേസ്റ്റ്. പിന്നെ ഒരുപാട് ഓയിലൊന്നും, കാരണം നൂഡിൽസൊക്കെ സ്റ്റർ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഓയിൽ ഇട്ടാലേ നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ. ഇത് അതില്ല, ഫ്ലേവർ ഉണ്ട്, പക്ഷെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, കാരണം അധികം എണ്ണ ഇടാത്തതുകൊണ്ട്. ഊട്ടിയാണ് ഫുഡ് കഴിക്കാൻ പറ്റിയ ഹിൽ സ്റ്റേഷൻ, അതാണ് നമ്മളുടെ ഡെഫിനിഷൻ. തണുപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു, തണുപ്പുണ്ടെങ്കിൽ ഭക്ഷണം എപ്പോഴും വിശപ്പായിരിക്കുന്നു, അല്ലെങ്കിലും വിശപ്പാണ്. ഫൈനലി ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാനായിട്ട് നമ്മളിത് ഒരു ചോക്ലേറ്റേഴ്സിൻ്റെ വീടായതുകൊണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ. ഈ എയർബിഎൻബി ഉണ്ടല്ലോ, എയർബിഎൻബിൻ്റെ ഓണേഴ്സ് ചോക്ലേറ്റ് ഫാക്ടറി നടത്തുന്നവരാണ്. സോ എപ്പോഴും ചോക്ലേറ്റ്സ് കാണും. സോ അതെ, ഈ ചോക്ലേറ്റും കൂടെ കഴിച്ച് ഊട്ടിയിലെ ഒരു ഫുഡ് ബ്ലോഗ് അവസാനിക്കുകയാണ്. 2 days in Ooty was amazing. The weather was really good. അതൊന്നും കൂടെ വെളിയിൽ പോയി നോക്കട്ടെ. ആൻഡ് ഫൈനലി ഇതേ ഈ ഒരു തണുപ്പത്ത് വന്ന് നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കാം. സോ വെൻ യു കം ടു ഊട്ടി ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് സ്റ്റേയിങ് ഹിയർ. ആൻഡ് പറഞ്ഞ എല്ലാ സ്ഥലത്തും പോയി കഴിച്ചു നോക്കുക. മൈൻഡ്സ്കേപ്സ്, ഷിങ്കോസ് ഇത്തവണ പോകാൻ പറ്റില്ല, ഷിങ്കോസ് ആൻഡ് മോദീസ് ഇതെല്ലാം മസ്റ്റ് വിസിറ്റ് ആണ്. സോ എന്തായാലും അടുത്തൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.